ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് പോസ്റ്റിട്ട് നടപടിയെടുക്കാൻ CPM തീരുമാനം. 3 ദിവസത്തിനകം നടപടിയെടുത്ത റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പ്രതിപക്ഷ ആരോപണങ്ങൾക്കെതിരെ LDF വ്യാഴാഴ്ച ആറന്മുളയിൽ വിശദീകരണ യോഗം നടത്തും. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദുഷ, ഈ പോസ്റ്റുകൾ വലിയ തോതിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നതാണ്. പാർട്ടി നടപടി എങ്ങനെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെതിരെ പ്രധാനമായും പോസ്റ്റിട്ടത് മുൻ CWC ചെയർമാൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് N രാജീവ്, അതോടൊപ്പം മുൻ SFI ജില്ലാ പ്രസിഡന്റും നിലവിലത്തെ CPM പ്രാദേശിക നേതാവ് കൂടിയായിട്ടുള്ള ജോൺസൺ PJ എന്നിവരാണ് വീണ ജോർജിനെതിരെ പോസ്റ്റിട്ടത്. ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പാർട്ടി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് പ്രാദേശിക ഘടകങ്ങൾ കൂടിയാലോചിച്ചായിരിക്കണം നടപടി. നടപടിക്ക് ശേഷം റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നായി ജില്ലാ കമ്മിറ്റിക്ക് മുന്നേ ഹാജരാക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനും CPM തീരുമാനിച്ചു. ആറന്മുള മാത്രമല്ല, ജില്ലയിലെ മറ്റു ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചും രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരാനും ജില്ലാ സെക്രട്ടേറിയറ്റ് നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്നലെ രാജീവ് അബ്രഹാം പരസ്യമായി തന്നെ മാധ്യമ പ്രതികരണത്തിലൂടെ അറിയിച്ചത്. അതോടൊപ്പം അത് കൂടുതൽ ശക്തമായി തന്നെ വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നതെന്ന് ഈ പുതിയ തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി, നന്ദി.